സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്ന ശബരിമല ഹർജികളിൽ അനുകൂല വിധിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് പന്തളം കൊട്ടാരം ട്രസ്റ്റ് പ്രസിഡന്റ് പി.ജി. ശശികുമാര വർമ്മ വ്യക്തമാക്കി. മറ്റൊരു ബെഞ്ചിലേക്ക് മാറിയാലും നല്ലത് സംഭവിക്കുമെന്നാണ് വിശ്വാസം. ഭക്തജനങ്ങളുടെ വികാരം കോടതി ഉൾക്കൊണ്ടതായി കരുതുന്നുവെന്ന് ശശികുമാര വർമ്മ പറഞ്ഞു. നാമജപം ആയുധമാക്കാൻ കഴിയുന്നുണ്ട്. എത്തേണ്ട സ്ഥലങ്ങളിൽ ഇത് എത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ ആരെയോ തോൽപ്പിക്കാനാണ് 51 പേർ മല കയറിയെന്ന് പറഞ്ഞത്. ഒടുവിൽ അത് 2 പേരായി ചുരുങ്ങി. എല്ലാം കള്ളമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും ശശികുമാര വർമ്മ പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി തുറന്ന കോടതിയിൽ പരിഗണിക്കുന്നു. രാവിലെ 10:30 ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ A.K. ഖാൽവിക്കർ, രോഹിൻസൺ നാരിമാൻ, D.Y. ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര എന്നിവരടങ്ങിയ ഭരണഘടനാ ബെഞ്ചാണ് ഹർജികൾ കേൾക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട 65 ഹർജികളാണുള്ളത്. തന്ത്രി കണ്ഠർ രാജീവർ, NSS, പന്തളം കൊട്ടാരം നിർവാഹക സംഘം, അഖില ഭാരതീയ അയ്യപ്പ സേവാ സംഘം, യോഗക്ഷേമ സഭ, ഓൾ കേരള ബ്രാഹ്മണ ഫെഡറേഷൻ, പ്രയാർ ഗോപാലകൃഷ്ണൻ, BJP നേതാവ് B. രാധാകൃഷ്ണ മേനോൻ, PC ജോർജ്, രാഹുൽ ഈശ്വർ തുടങ്ങി വിവിധ സംഘടനകളും വ്യക്തികളും നൽകിയ 56 റിവ്യൂ ഹർജികളുണ്ട്. 2018 സെപ്റ്റംബർ 28 ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത്. തുടർന്ന് നിരവധി പുനർപരിശോധനാ ഹർജികൾ വന്നിരുന്നുവെങ്കിലും ജനുവരി 22 പരിഗണിക്കാമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് അറിയിച്ചിരുന്നത്. എന്നാൽ ഭരണഘടനാ ബെഞ്ചിൽ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അസുഖത്തെ തുടർന്ന് അവധിയിൽ പോയതിനാൽ കേസ് പരിഗണിക്കുന്നത് നീട്ടിവെക്കുകയായിരുന്നു. ഈ ഹർജികളെല്ലാം ആദ്യമായാണ് പരിഗണനയ്ക്ക് വരുന്നതെന്നതിനാൽ ഹർജികൾ സ്വീകരിക്കണമോ അതോ തള്ളണമോ എന്ന കാര്യത്തിലാകും സുപ്രീം കോടതി ആദ്യം തീരുമാനമെടുക്കുക. ഹർജി സ്വീകരിക്കുകയാണെങ്കിൽ എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിടുകയും തുടർവാദത്തിനായി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്യും. അതേസമയം വിധി പുനർപരിശോധിക്കരുത് എന്നാവശ്യപ്പെട്ട് ശബരിമലയിൽ ദർശനം നടത്തിയ ബിന്ദുവും കനകദുർഗയും ദർശനം നടത്താൻ സുരക്ഷ ആവശ്യപ്പെട്ട രേഷ്മ, ഷനില എന്നിവരും ഹർജി നൽകിയിട്ടുണ്ട്. യുവതീ പ്രവേശന വിധി പുനർപരിശോധിക്കരുതെന്നും പുനർപരിശോധനാ ഹർജികളിൽ കക്ഷി ചേർക്കണമെന്നുമാണ് ആവശ്യം. ഇതിപ്പോൾ വിവാദമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.